പക്ഷെ നിസാൻ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജകുമാരി എന്ന് പറയാം. പക്ഷെ നമ്മുടെ താറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി താറുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി താറ് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഈ കൊച്ചി സിറ്റിയിലൂടെ ഇത്രയും തിരക്കുള്ള സ്ഥലത്തൂടെ ഒക്കെ വണ്ടി ഓടിച്ചു പോകാൻ എങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ പെട്രോൾ വണ്ടിയുടെ മൈലേജ്? ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരോട് താർ എടുക്കണോ വേണ്ടോ എന്താ? കുറെ ആൾക്കൂട്ടത്തിനിടയിൽ മമ്മൂട്ടി നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു താറായിട്ടാണ്. അതും 3 ഡോർ താറാണ്. അപ്പോൾ ഏറ്റവും പുതിയ താറിൻ്റെ യൂസർ റിവ്യൂ ആണ്. അത് ഒരു സ്പെഷ്യൽ യൂസർ റിവ്യൂ ആണ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിന്ന് ക്ഷണിക്കാൻ പോകുന്നത് ഒരു മോഡലാണ്. അതും ദ പവർഫുൾ, ദ ഡാസ്ലിംഗ് ആൻഡ് റേഡിയൻറ്റ് മിസ് സജിത്ര. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം ടു കൃഷ്ണച്ചാൻസ് ഓട്ടോ വ്ളോഗ്. എന്താണ് ഫുൾ നെയിം? എൻ്റെ പേര് സജിത്ര ചന്ദ്രൻ എന്നാണ്. സജിത്ര ചന്ദ്രൻ. അപ്പോൾ ഒരു മോഡലിനേക്കാൾ ഉപരി എന്തായിട്ടാണ് അറിയപ്പെടാനാണ്? ഞാനിപ്പോൾ മോഡലിലോട്ട് കുറച്ചായിട്ടുള്ളൂ വന്നിട്ട്. ഞാൻ നേരത്തെ നല്ലൊരു ബിസിനസ്സുകാരി എന്ന് അറിയപ്പെടാനാണ് എനിക്കിഷ്ടം. ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അറിയാം, നമുക്ക് താർ ഇപ്പം സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പം എല്ലാ സെലിബ്രിറ്റീസും ഇപ്പം താർ സ്വന്തമാക്കുകയാണ്. അപ്പോൾ അങ്ങനെ 3 ഡോർ താറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, എന്ത് ഇൻസ്പിറേഷനാണ് ഈ താർ എടുക്കാനായിട്ടുണ്ടായത്? താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ടിനെ കുറിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണല്ലോ ട്രെൻഡ്. ഇൻസ്റ്റാഗ്രാം നോക്കുമ്പം എല്ലാവരും സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ എല്ലാവരും താറ് വണ്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അതിനോടുള്ളൊരു താല്പര്യം എനിക്ക് തോന്നി. പിന്നെ അത് കാണാനൊരു ആനച്ചന്തം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഇഷ്ടം. അപ്പോൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിസാൻ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിൽ നിന്ന് താറിലേക്ക് വരുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും? പക്ഷെ നിസാൻ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജകുമാരി എന്ന് പറയാം. പക്ഷെ നമ്മുടെ താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു സിംഹം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് വ്യത്യാസം ഉണ്ട്. തീർച്ചയായിട്ടും. ആ ഒരു കോൺഫിഡൻസ് മുഖത്ത് കാണാൻ, സന്തോഷ ചിരി, ആ ഒരു എന്നാ പറയാ, ചില നമ്മൾ ഒരു സംഭവം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും അല്ലേ? അതുപോലെ അല്ല, ഈ താറ് ഞാൻ റോഡിലൂടെ ഓടിക്കുമ്പോൾ എല്ലാവരും താറ് വണ്ടിയിലോട്ട് നോക്കാറുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മളും തീർച്ചയായിട്ടും. അപ്പോൾ എവിടെ നിന്നാണ് ഈ വണ്ടി എടുക്കുന്നത്? നമ്മൾ കളമശ്ശേരി. ഇപ്പം ഏകദേശം എത്ര നാളായിട്ടുണ്ട് വണ്ടി എടുത്തിട്ട്? ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായി. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര 5000 പ്ലസ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇത് വണ്ടി എടുത്തത് ഏതാണ്? 3 ഡോർ താറാണ്. ഏത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. ഓൾ റൈറ്റ്. അപ്പോൾ ഈ നേരത്തെ ഉള്ള മാഗ്നറ്റ് ഓട്ടോമാറ്റിക് ആയിരുന്നു? അതെ. ഓക്കെ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഓടിച്ച് താറിൽ ഇങ്ങനെ അങ്ങ് പോവാണ്. താറിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് ശരിക്കും? എനിക്ക് താറിൽ ഏറ്റവും ഇഷ്ടം സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വെച്ച് ഇങ്ങനെ പിന്നെ അതല്ല, സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ ആ സ്റ്റിയറിംഗിന്റെ ആ 2 സൈഡ് ഒരു ചിറക് പോലത്തെ ഒരു സാധനം ഉണ്ട്, ബട്ടർഫ്ലൈ. അതെ, അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഓക്കെ. അപ്പോൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ താറിലൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ പൊതുവേ നമുക്കൊരു കംഫർട്ട് തരുമല്ലോ വണ്ടി. ആ ഒരു കംഫർട്ട് ഫീൽ മാഗ്നറ്റിൽ നിന്നും വ്യത്യാസം വരും. എങ്ങനെ തോന്നുന്നു? അതെനിക്ക് താറിൽ ഓടിക്കുമ്പം ഞാനൊരു ആനപ്പുറത്ത് നിന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് താറ് വണ്ടി ഓടിക്കുമ്പം. പിന്നെ വന്നിട്ട് നമ്മൾ താറ് ഓടിക്കുമ്പം എനിക്ക് ചുറ്റും എല്ലാം കാണാൻ പറ്റും. നമ്മുടെ മാഗ്നറ്റിൽ കാണാൻ പറ്റില്ല എന്നല്ല, എങ്കിലും താറിൽ നിന്ന് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ താറ് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും. ഇവരുടെ റെസ്പോൺസ് എന്താണ്? അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി താറുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി താറ് ഓടിക്കുക എന്ന് പറയുമ്പം അതിനൊരു സ്പെഷ്യലായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ എല്ലാവർക്കും താറ് എടുക്കണം എന്നും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ചോദിച്ചപ്പം എൻ്റെ ഫ്രണ്ട്സ് 2-3 ആൾക്കാർ വന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവരും പറയുന്നത് താറ് ഓടിക്കണം, താറ് എനിക്ക് വേണം, താറ് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ. അടിപൊളി. നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ പല കളേഴ്സിൽ താർ അവൈലബിൾ ആണ്. എന്താണ് ഈ ബ്ലാക്ക്? എനിക്ക് പൊതുവേ ബ്ലാക്കിനോട് താല്പര്യമാണ്. പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു ഭംഗിയുള്ള ഒരു, കൂടുതലും വണ്ടിയിൽ വൈറ്റിനെക്കാളും ഏറ്റവും
ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബ്ലാക്ക് കളർ തന്നെയാണ്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതെ അതെ. ഓക്കെ, അടിപൊളി. ഇനി ഇതിൽ കുറച്ച് ഓൾട്രേഷനും കൂടി ഉണ്ട്. നമുക്ക് അതിന് സമയവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തൊക്കെയാണ് ഓൾട്രേഷൻ പ്ലാൻ? നമ്മൾക്ക് അത് കുറെ ആൾക്കാർ വണ്ടി എടുത്തപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല രീതിയിലൊരു കാണുമ്പോ തന്നെ ഒരു വണ്ടി ഒരു വേറൊരു, അതായത് എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും നല്ല രീതിയിലാക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എടുത്ത് കുറച്ചായിട്ടുള്ളൂ. പിന്നെ എന്റെ സമയത്തിന്റെയും ബുദ്ധിമുട്ടായത് കാരണം നമുക്കതിന് സമയം കിട്ടിയിട്ടില്ല. കുറച്ചും കൂടെ ഇതിനെ നല്ല രീതിയിൽ ഒന്നും കൂടെ ആക്കണം. ഓക്കെ. ഒരു പക്ഷേ ഇത് ലേഡീസ് ഇത് വാച്ച് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം ആ വാച്ച് ചെയ്യുന്ന സമയത്ത് അവരോട് ഒരു ലേഡി എങ്ങനെ വണ്ടി ഓടിക്കണം, ധൈര്യപ്പെടാമോ ഒരു കാർ ഓടിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ ഈ കൊച്ചി സിറ്റിയിലൂടെ ഇത്രയും തിരക്കുള്ള സ്ഥലത്തൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകാൻ ഇൻസ്പിറേഷനാണ് അവർക്ക് പറഞ്ഞത്. അതായത് ഈ വണ്ടി ഞാൻ നേരത്തെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറയുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വണ്ടിയിൽ ക്യാമറ ഞാൻ വെച്ചിട്ടില്ല. ഇല്ല, കാരണം അതെനിക്ക് നമ്മൾക്കൊരു കോൺഫിഡൻസ്, ഈ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇതാണ്. കാരണം ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതെ. അപ്പൊ പിന്നെ എനിക്ക് എനിക്കത് ലാഭമായി, ക്യാമറ വെക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, എനിക്കതിപ്പോൾ വണ്ടി ഓടിക്കുമ്പം കുറച്ചുകൂടെ ആളിലോട്ട് അത് ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാരാണ് ഇതിൻ്റെ എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ ഞാനോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത്. പിന്നെ നമ്മൾക്ക് ഈ വണ്ടി ഇനി എന്തെങ്കിലും ഒരു ഇടിക്കലോ കാര്യങ്ങളോ വന്നാലും പെട്ടെന്ന് നമ്മൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണ്. തീർച്ചയായിട്ടും. അപ്പം എന്നിരുന്നാൽ പോലും ഞാനൊന്ന് ചോദിക്കുകയാണ്, ഈ വണ്ടിയായിട്ട് സിറ്റിയിലും ഹൈവേസിലൂടെ ഒക്കെ ഓടിച്ചോണ്ട് പോകുമ്പോൾ പാർക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. നല്ല ഈസി ആയിട്ട്. ഞാൻ അതാ പറഞ്ഞേ, ഈ വണ്ടിനേക്കാളും ചെറുതാണ് മാഗ്നറ്റ് വണ്ടി. പക്ഷെ അതിലെനിക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് റിവേഴ്സിങ്ങും കാര്യങ്ങൾക്കും പറ്റിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇതിലേക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഈ വണ്ടീൻ്റെ ആ രൂപം കണ്ടപ്പോൾ ഒരു വലിയൊരു വണ്ടിയാണ്, ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ആ വണ്ടിനേക്കാളും ഏറ്റവും കംഫർട്ടബിളും ഇഷ്ടവും ഇപ്പോൾ താറിനോടാണ്. അപ്പോൾ നമ്മൾ സൈഡ് പോർഷനിൽ വന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഉള്ളിലെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ വിൻഡോ താത്താനും ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? നല്ലതാണ്. നമ്മളുടെ ഈ വിൻഡോസ് എന്ന് പറയുമ്പം നമ്മൾ ഇരിക്കുന്ന സീറ്റിന് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ബട്ടണും കാര്യങ്ങളും എല്ലാം ഭയങ്കര സ്മൂത്താണ്, സോഫ്റ്റ് ആണ്. അതെ, നല്ല ഇതാ. പിന്നെ ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതും നല്ലതായിട്ടുള്ള ഹെഡ്ലൈറ്റ് നല്ല കിട്ടുന്നുണ്ട്. ശരി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ ഒരു സുഖം തരുന്ന സംഭവമാണ് മ്യൂസിക്. തീർച്ചയായിട്ടും അത് നല്ലൊരു പവറാണ്. ഇതിന്റെ ബോക്സ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇയറിനൊക്കെ നല്ല. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് AC. നമുക്ക് AC പൊതുവേ ഒന്നിലിട്ടാൽ തന്നെ നല്ല തണുപ്പാണ്, നല്ല കൂളിംഗ് ഉണ്ട്. ഇത് നേരത്തെ എൻ്റെ 2-3 ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു, താർ വണ്ടി ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പെൻഡിങ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഞാൻ എടുത്തപ്പം അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. നല്ല കുഴപ്പമില്ലാത്ത നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ഒരു സംഭവമാണ്, ഈ പെട്രോൾ എടുക്കാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പെട്രോൾ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്, നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. പിന്നെ കൂടുതലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വണ്ടികളിൽ എല്ലാവരും സെലക്ട് ചെയ്യുന്നത് പെട്രോൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും അത് സെലക്ട് ചെയ്തു. എനിക്ക് ആ ഉത്തരം ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു വണ്ടിയായിട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന സംഭവമാണ് മൈലേജ്. എങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ പെട്രോൾ വണ്ടിയുടെ മൈലേജ്? ഒരു 9-10 ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, മൈലേജ് കുറവാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും താർ എടുക്കാതിരിക്കുന്നുണ്ടോ? എല്ലാ വലിയ വണ്ടികളിലും, അപ്പോൾ ഫോർച്യൂണർ ആയിക്കോട്ടെ, ബെൻസ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഏകദേശം ഇതിനൊക്കെ മൈലേജ് കുറവ് തന്നെയാണ്. അപ്പൊ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. നമ്മൾക്ക് അതല്ല വേണ്ടത്, നമുക്ക് ലുക്കിലാണല്ലോ കാര്യം. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ അപ്പോൾ എത്ര ഓൺ റോഡ് പ്രൈസ് ആയിട്ടുണ്ട് ഈ വണ്ടി അന്ന് എടുക്കുന്ന സമയത്ത്, ഓർക്കുന്നുണ്ടോ? ഏകദേശം 14 സംതിങ് ആയിട്ടുണ്ട്. എന്നോട് നേരത്തെ ഒരു നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞു വണ്ടിയുടെ. എന്താണ് ഒരു നെഗറ്റീവ്? എനിക്കിതിൽ ഇച്ചിരി പറയാനുള്ളത് നെഗറ്റീവ് അല്ല, എന്നാലും ഡിക്കിയിൽ ഇച്ചിരി സ്പേസ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഡിക്കിയിലേക്ക് സാധനം വെക്കാൻ ചെറിയൊരു സ്പേസ് ഇച്ചിരി കുറവുണ്ട്. അത് ലോങ് ആയിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ പിന്നെ അത്യാവശ്യം ഇവിടെ തന്നെയുള്ള റൗണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ലോങ് ആയിട്ട് ഇപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ ഒരു 3-4 ആൾക്കാർ പോവുകയാണെങ്കിൽ ഇച്ചിരി
ഡിക്കിയിൽ ഇത്തിരി സ്പേസ് കുറവുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് താർ എടുക്കണോ വേണ്ടോ എന്താണ്? അല്ല, തീർച്ചയായിട്ടും താർ എന്തായാലും എടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു താർ വണ്ടിയിൽ ഓടിച്ച് പോകുമ്പം ഒത്തിരി ആൾക്കാരാണ് നോക്കുന്നത്. ഒരു നമ്മളെന്താ പറയാ, ഇപ്പം കുറെ ആൾക്കൂട്ടത്തിനിടയിൽ മമ്മൂട്ടി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കില്ലേ, അതുപോലെയാണ് താർ വണ്ടിനെ എല്ലാവരും ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് കണ്ടുവയ്ക്കുന്നവരെല്ലാം താർ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലേഡി ഡ്രിവൺ വണ്ടിയാണ്, അത് ലേഡിയുടെ ഒപ്പീനിയനും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സാധാരണയായിട്ടുള്ള റിവ്യൂ തന്നെയാണ് തന്നത്. അപ്പോൾ താങ്ക് യു സൈത്ര, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന്. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫ്രം കൃഷ്ണ ചാനൽ.